ഹലോ. അപ്പോൾ നമ്മൾ ഓസ്ട്രേലിയയിൽ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുന്ന നേരത്തെ ഈ പ്രോപ്പർട്ടിയുടെ സോണുണ്ട്. ഏത് സോണിലാണ് ഈ പ്രോപ്പർട്ടി ഇരിക്കുന്നതെന്നുള്ളൊരു അത് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള ഫാക്ടറാണ്. ഒരു സെയിം സ്ട്രീറ്റിൽ 3 ഡിഫറെൻറ്റ് സോൺ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കണ്ടു കഴിഞ്ഞാൽ അതൊരു കൺഫ്യൂഷൻ അല്ലേ എപ്പോഴും. അപ്പോൾ അങ്ങനത്തെ പ്രോപ്പർട്ടീസ് നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ടോ? ഇത് ബ്രിസ്ബെയിനിലും പല മേജർ സിറ്റീസിലും ഇത് വളരെ കോമൺ ആണ്. ജസ്റ്റ് എക്സാമ്പിൾ ഞാനിപ്പം കാണിച്ചുതരാം. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് ഇത് ബ്രിസ്ബെയിനിലെ ന്യൂഹാം റോഡാണ്. ഈ സ്ട്രീറ്റിൻ്റെ മൂന്ന് സോണിങ്ങിലാണ് ഇത് കിടക്കുന്നത്, ഈ സ്ട്രീറ്റ് തന്നെ. അപ്പം ഈ സെയിം സ്ട്രീറ്റിൽ പല ബിൽഡിംഗ് റെഗുലേഷൻസും പ്ലാനിങ് റൂൾസും എല്ലാം ഡിഫറെൻ്റ് ആണ്. ഈവൻ ദോ ഇറ്റ്സ് എ സെയിം സ്ട്രീറ്റ്. അത് എങ്ങനെയാണ് ഇത് ഡിഫറെൻ്റ് ആവുന്നുള്ളത് നമ്മൾ മാക്സിമം കൺസിഡർ ചെയ്ത് മനസ്സിലാക്കിയിട്ട് നമുക്ക് പ്രോപ്പർട്ടി വാങ്ങാവുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഈ ഇമേജിൽ ശ്രദ്ധിച്ചേ കാണാം, ഇതിൻ്റെ ഒരു സൈഡിൽ ലോ ഡെൻസിറ്റി റെസിഡൻഷ്യലാണ്, അതിൻ്റെ അതർ സൈഡിൽ മേളിലായിട്ട് കാണിക്കുന്നത് മീഡിയം ഡെൻസിറ്റി റെസിഡൻഷ്യലാണ്, പിന്നെ താഴെ കാണിക്കുന്നത് ഹൈ ഡെൻസിറ്റി റെസിഡൻഷ്യലാണ്. ഇത് മൂന്നും ഡിഫറെൻറ്റ് സോണിങ്സ് ആണ്, ബട്ട് ഓൺ ദ സെയിം സ്ട്രീറ്റ്. അപ്പോൾ ഈ ഹൈ ഡെൻസിറ്റി റെസിഡൻഷ്യലിൽ നമുക്ക് വി ക്യാൻ ബിൽഡ് അപ് ടു 8 സ്റ്റോറീസ് അങ്ങനെയാണ്. അപ്പോൾ മനസ്സിലായില്ലേ, സെയിം സ്ട്രീറ്റ് ഡിഫറെൻറ്റ് സോണിങ്, ബട്ട് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് പ്ലാനിങ് റെഗുലേഷൻസ് ആണ് ഇതിനകത്ത്. അപ്പോൾ നമ്മളിപ്പോൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഈ ബ്ലോക്ക് ഓഫ് ലാൻഡ് ഉണ്ടല്ലോ, അത് വെദർ ഇറ്റ്സ് സബ്ഡിവൈഡിങ്, റെനോവേറ്റിംഗ് ഓർ ഡെവലപ്പിംഗ്, ഇത് ഏതാണെങ്കിലും ഡിഫറെൻറ്റ് പ്ലാനിങ് റെഗുലേഷൻസ് ആണ് ഇത് മൂന്ന്. അപ്പോൾ ഏത് ഏരിയയിലാണ് നമ്മൾ വാങ്ങുന്നതിനനുസരിച്ചിരിക്കും നമുക്ക് ഒരു നമ്മുടെ പ്ലാൻ നമ്മൾ കറക്റ്റായിട്ട് ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നമാണ് നമ്മുടെ പ്ലാൻ അനുസരിച്ച് നമുക്ക് ചിലപ്പോൾ അത് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പം സോണിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പോൾ ഇത് മോസ്റ്റ്ലി സിറ്റീസിലാണ് കാണുന്നത്. അപ്പോൾ മേജർ സിറ്റീസിലാണ് ഇത് കാണുന്നത്. ഇപ്പോൾ ഞാൻ 3 സോണിങ്ങിൻ്റെ എക്സാമ്പിളാണ് കാണിച്ചത്, 5 സോണിങ് വരെ ഉള്ളതുണ്ട്. അപ്പം വെച്ചാൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ നമുക്കൊരു ഫോർ എക്സാമ്പിൾ നമുക്കൊരു സബ് ഡിവൈഡ് ചെയ്ത് വേറൊരു വീട് വയ്ക്കാനുള്ള ഒരു പ്ലാനിലാണ് നമ്മൾ ആ വീട് വാങ്ങുന്നതെങ്കിൽ, നമ്മൾ വേറൊരു പ്ലാനിങ് റെഗുലേഷൻസ് ഉള്ള ഒരു സോണിങ്ങിലുള്ള പ്രോപ്പർട്ടിയാണ് വാങ്ങുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ പ്ലാൻ അതുപോലെ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കണമെന്നില്ല. അപ്പോൾ ഇത് വളരെ കെയർഫുൾ ആയിട്ട് സോണിങ്ങും അതിൻ്റെ റെഗുലേഷൻസും ചെക്ക് ചെയ്തിട്ട് വേണം പ്രോപ്പർട്ടി വാങ്ങാനായിട്ട്. അപ്പം എല്ലാവരും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഹാപ്പി ഇൻവെസ്റ്റിംഗ്. ടേക്ക് കെയർ. ബൈ.